ഹായ് ലേണേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസി ഇക്പി എഴുതിയ ഹോംവേർഡ് എന്ന പോമാണ്. ബേസി ഇക്പി ഒരു നൈജീരിയൻ ബോൺ അമേരിക്കൻ പോയറ്റാണ്. അവളുടെ ചെറുപ്പകാലത്തിൽ ഒരു 5 വയസ്സൊക്കെ ആയ ടൈമിൽ അമേരിക്കയിലേക്ക് പാരൻസിൻ്റെ കൂടെ മാറി താമസിച്ചതാണ് ബേസി ഇക്പി. സോ അവരുടെ ഹോം ലാൻഡ് ആക്ച്വലി നൈജീരിയയാണ്. ഈ ഹോംവേർഡ് എന്നുള്ള പോയം ഒരു സ്പോക്കൺ വേർഡ് പോയമാണ്. സ്പോക്കൺ വേർഡ് പോയം എന്ന് പറയുമ്പം അങ്ങനത്തെ പോയംസ് ഒരു സ്റ്റോറി ടെല്ലിംഗ് വേയിലൊക്കെയാണ് പ്രസൻറ്റ് ചെയ്യുക. സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും യൂട്യൂബിൽ ബേസി ഇക്പിയുടെ ഹോംവേർഡ് ബേസി ഇക്പി പ്രസൻറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അത് കാണുമ്പോൾ മനസ്സിലാവും സ്പോക്കൺ വേർഡ് പോയം എന്ന് പറയുന്നത് എന്താണെന്ന്. ഈ പോയത്തിലുടനീളം പോയറ്റ് പറയുന്നത് നൈജീരിയൻ കൾച്ചറിനെയും ലാംഗ്വേജിനെയൊക്കെ പറ്റിയാണ്. അമേരിക്കയിലേക്ക് താമസം മാറ്റിയതിന് ശേഷം ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ പോയറ്റിന് ബേസി ഇക്പിക്ക് അവളുടെ നൈജീരിയൻ കൾച്ചറും ലാംഗ്വേജും ഒന്നും അതുപോലെ അവൾക്കില്ല. ഒരുപാട് മാറ്റങ്ങൾ അവൾക്ക് സംഭവിച്ചു. ആ നൈജീരിയൻ കൾച്ചറും ലാംഗ്വേജും ഒക്കെ അവളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതിനെക്കുറിച്ചാണ് ഈ പോയത്തിലുടനീളം പോയറ്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് പോയത്തിലേക്ക് കടക്കാം. ഈ പോയം പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് 3 പാർട്സ് ആക്കിയിട്ടുണ്ട്. കുറച്ച് ലോങ് പോയമാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ട് നോക്കാം. Today, I remember my grandmother as she attempts to connect with her second children. She finds the only English words she knows from somewhere hidden in the belly of her 4 foot 9 inch body. And instead of avonke, she greets us with bye-bye. Beckoning us into her thin clay-colored arms, she has my mother's face etched with time. Peers at me from eyes wide and dark like mine. I walk into these arms that once that mothered my mother, taught her how to mother me, inhale the history from her skin. She reminds me of the little girl, bow-legged and round-faced, holding roasted corn in one hand and a fistful of chin-chin in the other, still begging for orange Fanta to wash it all down. I remember her voice, firm yet loving. Ma Bassey Ikpi, you must eat, then drink. Sometimes I forget, but she remembers the small scared girl carried away on an iron bird to America. Seems like that same bird has returned only to replace her. That perfect girl with me, this strange tongue-tied woman, the one that can barely say hello. Without the clicks and moans, the dips and turns of white man's language, she listens now as I struggle with atom Adam. ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആവും. സോ ഞാൻ ഓരോ പാർട്സിൻ്റെയും ഓവറോൾ മീനിങ് പറഞ്ഞുതരാം. അപ്പോൾ ഈ പാർട്ടിൽ പോയറ്റ് തുടങ്ങുന്നത് തന്നെ ഗ്രാൻഡ് മദറിനെ ഓർത്തുകൊണ്ടാണ്. ഈ പോയത്തിൽ കംപ്ലീറ്റ് ഗ്രാൻഡ് മദറിനെയാണ് നൈജീരിയൻ കൾച്ചർ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം ഗ്രാൻഡ് മദറിനെ എക്സാമ്പിൾ ആക്കിയിട്ടാണ് പറയുന്നത്. ഗ്രാൻഡ് മദറിൻ്റെ സൈസ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്രാൻഡ് മദർ ഈ ഗ്രാൻഡ് ചിൽഡ്രന് വരുമ്പം ഈ പേരക്കുട്ടികൾ വരുമ്പോൾ ഗ്രാൻഡ് മദറിന് ആകെ അറിയാവുന്ന ഇംഗ്ലീഷ് വേർഡ്സ് ബൈ ബൈ എന്നാണ്. വേറെ ഒന്നും അറിയില്ല. അപ്പോൾ ബൈ ബൈ എന്ന് പറഞ്ഞിട്ടാണ് വെൽക്കം ചെയ്യുക. ബൈ ബൈൻ്റെ മീനിങ് എന്താണെന്ന് ഗ്രാൻഡ് മദർക്ക് അറിയില്ല. ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് ആരെയും വെൽക്കം ചെയ്യൂലല്ലോ. അപ്പോൾ ആകെ അറിയുന്ന ഇംഗ്ലീഷ് വേർഡ്സ് ബൈ ബൈ ആണ്. അപ്പം മക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ പേരക്കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രാൻഡ് മദർ ബൈ ബൈ എന്ന് പറഞ്ഞിട്ടാണ് അവരെ വെൽക്കം ചെയ്തിരുന്നത്. പിന്നെ നമുക്ക് പോയറ്റിന് ഗ്രാൻഡ് മദറിനോടുള്ളൊരു എഫെക്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഗ്രാൻഡ് മദറാണ് അവളുടെ അമ്മയെ എങ്ങനെ ഒരു അമ്മയാവണമെന്ന് പഠിപ്പിച്ചത്. അവരുടെ നാടിൻ്റെ ചരിത്രം അവൾ അറിഞ്ഞത് ഗ്രാൻഡ് മദറിലൂടെയാണ്. ഗ്രാൻഡ് മദർ അവളുടെ പിന്നാലെ നടന്ന് ഫുഡ് തരുന്നതിനെ പറ്റിയും ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അവളൊരു സ്മോൾ സ്കേർഡ് ഗേൾ ആയിരുന്നു, ഒരു പാവം കുട്ടിയായിരുന്നു. അവൾ ഒരു അയൺ ബേർഡിൽ കയറി അമേരിക്കയിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. ഫ്ലൈറ്റിൽ അമേരിക്കയിലേക്ക് പോയതായിരിക്കും. അവളുടെ ജന്മനാട്ടിലേക്ക്, ഹോം ലാൻഡിലേക്ക്, വീട്ടിലേക്ക്, ഈ പോയത്തിൻ്റെ പേര് പോലെ തന്നെ ഹോംവേർഡ്, വീട്ടിലേക്ക് അവൾ മടങ്ങി വന്നിരിക്കുകയാണ് ആ പഴയ ആളാവാൻ വേണ്ടിയിട്ട്. പക്ഷെ അവൾക്ക് പറ്റുന്നില്ല എന്നാണ് ഈ പോയത്തിലൂടെ അവൾ പറയുന്നത്. ആ ഒരു കൾച്ചറും ലാംഗ്വേജും ഒക്കെ അവളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിന്ന്. അത്രയും അവളെ അമേരിക്കൻ ലാംഗ്വേജും കൾച്ചറും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളത്. ഈവൻ ഒരു ഹെലോ പോലും അവൾക്ക് ഈ വൈറ്റ് മാൻസ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇല്ലാതെ, അമേരിക്കൻ ലാംഗ്വേജിൻ്റെ സ്ലാങ് വരാതെ ഒരു ഹെലോ പോലും അവൾക്ക് അവളുടെ ലോക്കൽ ലാംഗ്വേജിൽ പറയാൻ പറ്റുന്നില്ല എന്നാണ് അവൾ പറയുന്നത്. ഈ പോയറ്റിൽ പല സ്ഥലങ്ങളിലായിട്ട് പോയറ്റ് അവരുടെ നേറ്റീവ് ലാംഗ്വേജിലെ വേർഡ്സും യൂസ് ചെയ്യുന്നുണ്ട്. അവോങ്കെ, അറ്റമാദം എന്നൊക്കെ പറയുന്നത് പോലെ. ഇത്രയാണ് ഫസ്റ്റ് പാർട്ടിലുള്ളത്. ഇനി അടുത്തത് നോക്കാം.
It breaks my heart to realize that I can only love her clearly in English. But tears do not replace the words. Love will not make it easier, make it less heavy. Desire will not help me remember what the words taste like flowing like the cross river from my tongue. But this is not my only tongue, insolent and heavy with the awkward movements of amber waves. East or west, this is not my village, and my heart still longs from my grandmother's voice, steady and strong, crossing rivers and oceans, rounding buildings of mud, thatched roof of steel and glass, concrete and confusion. Still am afraid that it will not find me here in this land miles from the one that welcomed me into this world, lifetimes before I existed in this cosmopolitan space. പോയറ്റിന് ഇവിടെ ഒരു സങ്കടമാണുള്ളത് ഈ ലൈൻസിൽ. ഇംഗ്ലീഷിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാതെ അവളുടെ ഗ്രാൻഡ് മദറിനെ സ്നേഹിക്കാൻ പോലും അവൾക്ക് പറ്റുന്നില്ല എന്ന്. ലാംഗ്വേജും ലവും വളരെയധികം കണക്റ്റഡ് ആണെന്നുള്ളത് പോലെയാണ് പോയറ്റ് പറയുന്നത്. ടിയേഴ്സ് ക്യാൻ നോട്ട് റീപ്ലേസ് ദ വേർഡ്സ്. സോ ടിയേഴ്സ് ഉണ്ടായിട്ട് കാര്യമില്ല. ആ നേറ്റീവ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവൾക്ക് അവളുടെ ഗ്രാൻഡ് മദറിനെ നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റാത്തത് പോലെയാണ് പറയുന്നത്. പിന്നെ പോയറ്റ് ബേസി ഇക്പി പറയുന്നുണ്ട്, ഇംഗ്ലീഷ് മാത്രമല്ല അവർക്ക് സംസാരിക്കാൻ പറ്റുന്ന ലാംഗ്വേജ്, അവരുടെ ടങ്ങിലെ ലാംഗ്വേജ് ഇംഗ്ലീഷ് മാത്രമല്ല. പിന്നീട് പറയുന്നത് താൻ എവിടെയാണെങ്കിലും ഗ്രാൻഡ് മദറിൻ്റെ ആ ഒരു വോയിസിന് വേണ്ടി കാതോർക്കും, അല്ലെങ്കിൽ ആ നൈജീരിയൻ്റെ ആ വോയിസിന് വേണ്ടിയിട്ട് കാതോർക്കും. അത് നൈജീരിയ അല്ല, എവിടെയാണെങ്കിലും ഏതൊരാൾക്കും ഹോം ലാൻഡ് എന്ന് പറയുമ്പം വളരെയധികം എഫെക്ഷൻ ഉള്ളൊരു സ്ഥലമായിരിക്കും. ഗ്രാൻഡ് മദറിന് ലൗഡ് ആൻഡ് സ്ട്രോങ് വോയിസ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം നൈജീരിയയിലെ പീപ്പിൾ അങ്ങനെ ആയിരുന്നിരിക്കാം. അങ്ങനെയുള്ളൊരു സൗണ്ടോ ഒരു വോയിസോ ഒന്നും അവളുടെ പുതിയ സ്ഥലത്ത് ഉണ്ടാവില്ല എന്നുള്ള ഒരു പേടി പോയറ്റിനുണ്ട്. അവളുടെ നേറ്റീവ് ലാൻഡിൽ നിന്നും മൈൽസുകൾ ദൂരെയാണ് അവൾ എന്ന് പറയുന്നുണ്ട്. ഇതാണ് ഈ വരികളിൽ പറയുന്നത്. ഇനി അടുത്ത വരികൾ നോക്കാം. ലാസ്റ്റ് ലൈൻസ്. ബോങ് നോ യീംബെ യാമി, ബോങ് നോ യീംബെ യാമി, വാട്ട് വിൽ ഐ ടീച്ച് മൈ ചിൽഡ്രൻ, what will I tell them where I've been? The earth that shaped me, the hands that held me, the land that made me, what will they call home? And will they hear it if and when it calls them? My heart still holds the salt and clay of Ugep. The strength of a woman isn't lost in me, but sometimes I forget and find it difficult to walk in bare feet, afraid to remember what history feels like, dust covered and peeking from brown toes. Oklahoma, DC, Brooklyn will not help me remember Ecom, Ugep, Calabar. They will also not let me forget fingers sticky with fufu, swallowed whole, or tongue stinging numb from plantain fried in palm oil. But I have lost the grit and the grain of my grandmother's gari. I can't taste past this nostalgic lump in my throat. Can't stomach the reality of this my divided culture, African American. I'm everything and I'm nothing. Nigeria quietly begs me to remember, while America slowly urges me to forget. But it's for my past, it's for my future, it is for my children, and it's for you, grandmother, that I must always, always remember. ഇവിടെ പോയിട്ട് തുടങ്ങുന്നത് അവരുടെ നേറ്റീവ് ലാംഗ്വേജിലെ വേർഡ്സ് വെച്ചിട്ടാണ്. വാട്ട് വിൽ ഐ ടീച്ച് മൈ ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടാണ്. എന്താണ് അവരുടെ കുട്ടികളെ പഠിപ്പിക്കുക, അവരുടെ നേറ്റീവ് ലാൻഡിനെ പറ്റി, അതിൻ്റെ കൾച്ചറിനെ പറ്റിയെന്ന് ആലോചിച്ചിട്ട് പോയിട്ട് ആകെ കോൺഷ്യസ് ആണ്. ബേസി ഇക്പിക്ക് തന്നെ ആ കൾച്ചറിലേക്കോ ലാംഗ്വേജിലേക്കോ ഒന്നും തിരിച്ചു പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരിക്കലും അവളുടെ മക്കൾക്ക് തിരിച്ചു പോകേണ്ടി വന്നാൽ അവരതെങ്ങനെ ഫേസ് ചെയ്യും, അവരതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് ആലോചിച്ചിട്ട് പോയിട്ടാകെ ടെൻഷനിലാണ്. ഇംഗ്ലീഷ് അത്രയധികം അവരെ ഇൻഫ്ലുവൻസ് ചെയ്തു. പിന്നെ അവർ കുറച്ച് സിറ്റീസിൻ്റെ പേര് പറയുന്നുണ്ട്, കുറച്ച് അമേരിക്കൻ സിറ്റീസിൻ്റെ പേര് പറയുന്നുണ്ട്. അതൊന്നും അവളുടെ നൈജീരിയയിലെ സിറ്റീസ്, ആഫ്രിക്കൻ സിറ്റീസ് ഓർമ്മിപ്പിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ കുറച്ച് നൈജീരിയൻ ഫുഡ്സിൻ്റെ നെയിം പറയുന്നുണ്ട്. അതിൻ്റെ ഒന്നും ടേസ്റ്റ് അവൾക്ക് ഫോർഗെറ്റ് ചെയ്യാൻ പറ്റൂല, മറക്കാൻ പറ്റൂല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു ടേസ്റ്റ് അവൾ മറന്നുപോയി, അവളുടെ ഗ്രാൻഡ് മദർ ഉണ്ടാക്കുന്ന ഗാരി എന്ന് പറഞ്ഞൊരു ഫുഡ് ഐറ്റം. ഇവിടെ ഒരു കൾച്ചറൽ ഡിവിഷനാണുള്ളത്. രണ്ടും എൻറ്റയർലി ഡിഫറെൻറ്റ് കൾച്ചറാണ്, ആഫ്രിക്കൻ കൾച്ചറും അമേരിക്കൻ കൾച്ചറും. അപ്പോൾ ഈ പോയറ്റിൻ്റെ മൈൻഡിൽ അതിൻ്റെ ഒരു സ്ട്രഗിൾ നടക്കുകയാണ്, രണ്ട് ഡിഫറെൻറ്റ് കൾച്ചേഴ്സിൻ്റെ. പിന്നീട് പോയറ്റ് പറയുന്നത് ഷീസ് എവ്രിതിങ് ബട്ട് ഷീസ് നത്തിങ്. അപ്പോൾ ഒരാൾക്ക് എല്ലാം ആവാൻ പറ്റില്ല, എല്ലാം ആയാൽ അയാൾ ഒന്നുമല്ല. പിന്നെ പറയുന്നത് വെൻ നൈജീരിയ ബെഗ്സ് ഹെർ ടു റിമെമ്പർ, അമേരിക്ക urges her to forget the homeland.
നൈജീരിയനെ ഓർമ്മിക്കാൻ വേണ്ടി പറയുമ്പം അമേരിക്ക അതിനെ മറക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അമേരിക്കയിൽ ജീവിക്കുമ്പം കംപ്ലീറ്റ്ലി അമേരിക്കൻ കൾച്ചറൊന്നും ഫോളോ ചെയ്തില്ലെങ്കിലും അമേരിക്കൻസ് അവരെ ഒരു ഔട്ട്സൈഡറായിട്ടാണ് കാണുക. സോ അമേരിക്കൻ കൾച്ചറുമായിട്ട് ജീവിച്ചു പോകുന്ന ഒരാൾക്ക് ഒരിക്കലും ആഫ്രിക്കൻ കൾച്ചറിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പിന്നെ അവസാന വരികളിൽ പോയറ്റ് പറയുന്നു, ഏതായാലും പോയറ്റിന് നൈജീരിയയെ ഓർക്കണം, അവളുടെ ഫ്യൂച്ചറിന് വേണ്ടി, പാസ്റ്റിന് വേണ്ടി, ചിൽഡ്രന് വേണ്ടി, പിന്നെ ഗ്രാൻഡ് മദറിന് വേണ്ടി എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് പോയറ്റ് വരികൾ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ പോയത്തിൽ നമുക്ക് പോയറ്റിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സ്ട്രഗിൾ കാണാം. രണ്ട് കൾച്ചറുകളുടെ ഇടയിൽ കിടന്നിട്ട് പോയറ്റ് ബുദ്ധിമുട്ടാണ്. നൈജീരിയൻ കൾച്ചറിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് പോയറ്റിൻ്റെ ഗ്രാൻഡ് മദർ ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാം. സോ ഇതൊക്കെയാണ് ഈ പോയത്തിൻ്റെ മീനിങ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.